Hi my dear students, once again welcome back to application of integrals. ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഈ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിന്റെ 7ാമത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം 17 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ ദിവസം വരെ നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 18. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടത്തുള്ളൂ. ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് ഒരേ ഒരു ഫോർമുലയേ ഉള്ളൂ. വാട്ട് ഈസ് ദ ഏരിയ അണ്ടർ എ കർവ്? ദാറ്റ് ഈസ് ഇന്റഗ്രൽ a to b y dx. ആ ഒരു ഫോർമുലയാണ്. പിന്നെ രണ്ട് കർവിന് ഇടയ്ക്ക് വരുവാണെങ്കിൽ ഇന്റഗ്രൽ a to b y2 minus y1 dx. അങ്ങനെ ഒരു രണ്ട് ഫോർമുല മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളൂ. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതിനകത്ത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. Here is the 18th question. In the figure, ഇവിടെ ഫിഗർ നിങ്ങളൊന്ന് വരച്ചിടണം. In the figure A O B A, ഇവിടെ A ഉണ്ട്, O ഉണ്ട്, B ഉണ്ട്, A is the part of the ellipse. ഇത് നമുക്കറിയാം, ഈ എലിപ്സിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. 9x² plus y² is equal to 36 എന്നുള്ളതാണ് എലിപ്സിന്റെ ഇക്വേഷൻ. ഇതിന്റെ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണോ, ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഈ എലിപ്സിന്റെ ഒരു പാർട്ടാണ് ഈ ഒ എ, അതായത് ഈ ഒരു ട്രയാങ്കുലർ ഷേപ്പ് എന്നുള്ള സാധനം. ഒ എ ബി അതായത് ഈ ട്രയാങ്കുലർ ഷേപ്പ്. Part of the ellipse 9x² plus y² is equal to 36. The first quadrant such that OA is equal to 2. OA എന്ന് പറഞ്ഞ ഈ ലെങ്ത് ആണ് 2. അതായത് നമ്മുടെ മേജർ ആക്സിസിന്റെ മൈനർ ആക്സിസ് ആ ലെങ്ത് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ OA എന്നുള്ളതിന് 2 എന്ന് പറയുന്നു, OB എന്നുള്ളത് 6 ഈ ലെങ്ത്. നാച്ചുറലി അപ്പോൾ നമുക്കറിയാം OA ഈക്വൽ ടു 2 ആണെങ്കിൽ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ 2 0 ആയിരിക്കും. OB ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് y ആക്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ അത് 0 6 ആയിരിക്കും. Then find the area between the arc AB, ഇതാണ് arc AB, നമുക്കറിയാമല്ലോ ഈ arc AB and the chord AB means this one. ഈ ആർക്കിനത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഈ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ക്വസ്റ്റ്യൻ. ഇപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങളൊന്ന് ഈ ഫിഗർ വരച്ചിട്ടിട്ട് എഴുതിക്കൊള്ളുക. കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. യെസ്. ഇനി ഈ ഫിഗറിലേക്ക് നമുക്ക് നോക്കിയാൽ, ഫിഗർ അപ്പോൾ നമുക്കിവിടെ വരയ്ക്കേണ്ട ആവശ്യമില്ല, ഫിഗർ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഫിഗറിലേക്ക് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്. ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ എലിപ്സിന്റെ അണ്ടറിലുള്ള ഏരിയയിൽ നിന്നും, അല്ലെ, എലിപ്സ് എന്ന് പറയുമ്പോൾ ഇത് വരും, ഈ ഭാഗം വരും, അണ്ടറിലുള്ള ഏരിയയിൽ നിന്നും ഈ ഒരു ലൈനിന്റെ അണ്ടറിലുള്ള ഏരിയ അങ്ങ് കുറച്ചാൽ മതി, അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ ഒന്നും കൂടെ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഷെയ്ഡഡ് ഏരിയ എന്ന് പറഞ്ഞാൽ. ഈ ഷെയ്ഡഡ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് വിചാരിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഈ എലിപ്സിന്റെ അണ്ടറിലുള്ള ഏരിയ. എലിപ്സിന്റെ ഇക്വേഷൻ അതിന്റെ ഫിഗർ കാണാൻ സാധിക്കും, ഗ്രീൻ കളറിലൂടെ ഉണ്ട്. ഈ എലിപ്സിന്റെ അണ്ടറിലുള്ള ഏരിയയിൽ നിന്നും നമ്മുടെ ഈ ലൈനിന്റെ അണ്ടറിലുള്ള ഏരിയയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എലിപ്സിന്റെ അണ്ടറിലുള്ള ഏരിയ ഇത് ലൈനിന്റെ അണ്ടറിലുള്ള ഏരിയ. അപ്പൊ ഈ എലിപ്സിന്റെ അണ്ടറിലുള്ള ഏരിയയിൽ നിന്നും ലൈനിന്റെ അണ്ടറിലുള്ള ഏരിയ കുറച്ചാൽ നമുക്ക് അതിന് ഇൻ ബിറ്റ്വീൻ ഇതിനിടയ്ക്കുള്ള ഈ ഏരിയ കിട്ടും, അല്ലെ. അപ്പൊ നമ്മൾ രണ്ട് കർവ് തന്നെ y2 minus y1 കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കേണ്ട ആവശ്യം നമുക്ക് ഇല്ല, കാരണം നമുക്ക് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ നമുക്ക് ഡയറക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഇവിടെ എക്സ് വേരി ചെയ്യുന്ന എവിടെ മുതലാണ്, ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എക്സ് വേരി ചെയ്യുന്ന 0 മുതൽ നമ്മുടെ പോയിന്റ് തന്നിട്ടുണ്ട് 2 0. സോ ഈ 0 മുതൽ 2 വരെയാണ് എക്സ് വേരി ചെയ്യുന്നത്. അത് ഈ ലൈനിന്റെ അണ്ടറിലും ഈ എലിപ്സിന്റെ അണ്ടറിലും ഒരേപോലെ വേരി ചെയ്യുന്നത്. അപ്പൊ 0 to 2 ആണ്. ഇനി y2 minus y1 കണ്ടുപിടിച്ചാൽ മതി. അപ്പോ നമുക്ക് y2 minus y1ലേക്ക് പോകാം. y2 minus y1. അപ്പൊ ആദ്യം നമ്മൾ രണ്ട് ഇക്വേഷനകത്തു നിന്നും y കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് നമ്മുടെ എലിപ്സ് എടുക്കാം. എലിപ്സിന്റെ ഇക്വേഷൻ എന്താണ്? 9x² plus y² is equal to 36. അതാണ് നമ്മുടെ എലിപ്സിന്റെ ഇക്വേഷൻ. അതിനകത്ത് നമുക്ക് y കണ്ടുപിടിക്കണം, അല്ലെ. അപ്പോൾ നമുക്ക് y² എന്ന് എഴുതാം. y² is equal to 36 minus 9x².
ഇതിനകത്ത് വേണമെങ്കിൽ ഒരു 9 പുറത്തെടുക്കുകയാണെങ്കിൽ 4 മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ദിസ് ഈസ് വൈ സ്ക്വയർ ആണ്. സോ വൈ ഈസ് ഈക്വൽ ടു ഇതിൻ്റെ റൂട്ട് വരും. സോ 9ന്റെ റൂട്ട് 3 ആണ് നമുക്കറിയാം, ഇൻറ്റു ഇത് 4 മൈനസ് എക്സ് സ്ക്വയർ ആണ്. നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഇതിനെ നമുക്ക് y1 എന്നും വിളിക്കാം, അല്ലേ മക്കളെ? യെസ്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് എന്താണ്? ഈ ലൈനാണ്, ഈ എ ബി എന്നുള്ള ലൈനിൻ്റെ ഇക്വേഷൻ വേണം, അല്ലെ? എ ബി എന്നുള്ള ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടില്ല, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എ എന്നുള്ള പോയിന്റ് അറിയാം, ബി എന്നുള്ള പോയിന്റ് അറിയാം. അപ്പോൾ എ ബി എന്നുള്ള ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കത്തില്ലേ 2 പോയിന്റ് ഫോം വെച്ച്? യെസ്. എന്താണ് 2 പോയിന്റ് ഫോം? y മൈനസ് y1 ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ദിസ് ഇസ് സ്ലോപ്പ് ഇൻറ്റു x മൈനസ് x1. സോ y മൈനസ് y1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പോയിന്റ് ആണ്, ദാറ്റ് ഈസ് 0 ആണ്. ഈക്വൽ ടു y2 എന്ന് പറഞ്ഞാൽ 6, y1 0, x2 എന്ന് പറഞ്ഞാൽ ഇതാണ് 0 മൈനസ് 2 ഇൻറ്റു x മൈനസ് x1 2. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു 6 ബൈ മൈനസ് 2 ഇൻറ്റു x മൈനസ് 2, അല്ലേ? അപ്പോൾ നമുക്ക് അതിനകത്ത് y2 എന്ന് എഴുതാം. y2 ഈസ് ഈക്വൽ ടു 6 ബൈ മൈനസ് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് -3 എന്ന് എഴുതാം, -3 ഇൻറ്റു x മൈനസ് 2. ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫോർമുല എന്ന് പറഞ്ഞാൽ എലിപ്സിന്റെ അണ്ടറിലുള്ള ഏരിയയിൽ നിന്നും ഈ ലൈനിന്റെ അണ്ടറിലുള്ള ഏരിയ കുറച്ചാൽ മതി, അല്ലേ? അപ്പോൾ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാമല്ലോ. എന്താണ് ഫോർമുല? 0 to 2 ഇന്റഗ്രൽ ഏരിയ ഷെയ്ഡഡ് ഏരിയ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2, അല്ലെ? നമ്മുടെ ഫിഗറിനകത്തുണ്ട് 0 മുതൽ 2 വരെയാണ് ഈ എക്സ് വേരി ചെയ്യുന്നത്. 0 to 2 0 to 2 ഈ y2 മൈനസ് y1 ആണോ? അതായത് ഈ അണ്ടർ ദി എലിപ്സിൽ നിന്നും, അല്ലെ, എലിപ്സിന്റെ അണ്ടറിലുള്ള ഏരിയയിൽ നിന്നും, ഫുൾ ഏരിയയിൽ നിന്നും ഈ ലൈനിന്റെ അണ്ടറിലുള്ള ഏരിയ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഭാഗം. അപ്പോൾ എലിപ്സിന്റെ അണ്ടറിൽ എലിപ്സിന്റെ ഇക്വേഷനാണ് നമ്മൾ ഇത്. ഇപ്പോൾ y1 മൈനസ് y2 dx തിരിച്ചെടുത്താലും കുഴപ്പമില്ല. y2 മൈനസ് y1 എടുത്താലും നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ മോഡുലസ് നെഗറ്റീവ് ആയിരിക്കും വരിക. അപ്പോൾ മോഡുലസ് എടുക്കുമ്പോൾ പോസിറ്റീവ് ആവും. അത് അങ്ങനെ എടുത്താലും പ്രശ്നമില്ല. സോ ഇത് 0 to 2 y1 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ ആണ്, മൈനസ് y2 ദാറ്റ് ഈസ് -3 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു dx, റൈറ്റ്? dx. ഇനി നമുക്ക് ഇതിനൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, അപ്പോൾ നമുക്ക് ആൻസർ ആവും. സോ ദാറ്റ്സ് ഈക്വൽ ടു 0 to 2 ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 0 to 2. രണ്ടിനകത്തു നിന്നും 3 നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് മൈനസ് പ്ലസ് ആകും, എക്സ് മൈനസ് 2 dx. ഓക്കെ മക്കളെ, നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് രണ്ട് ഇന്റഗ്രലായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 2 റൂട്ട് ഓഫ് 2 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, 4 എന്നുള്ളതിന് 2 സ്ക്വയർ എഴുതി dx, പ്ലസ് ഈ 3 ഇതിനും കോമൺ ആണ്, അതുകൊണ്ട് ഇങ്ങോട്ട് എടുക്കുന്നു. ഇന്റഗ്രൽ 0 to 2 എക്സ് മൈനസ് 2 dx. ഓക്കെ. അപ്പോൾ ഇനി നമുക്കതിനെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടും? നമുക്ക് അത് ഡയറക്റ്റ് ഫോർമുലയാണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3 ഇൻറ്റു ഇത് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിന്റെ ഫോർമുലയാണ്. അപ്പോൾ എന്ത് വരും? എക്സ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഇവിടെ എ എന്ന് പറഞ്ഞാൽ 2 ആണ്, അതുകൊണ്ടാണ്. പ്ലസ് 3 ഇൻറ്റു എക്സിന്റെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 2x ലിമിറ്റ് 0 to 2. ഓക്കെ. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാം. സോ ഇറ്റ് ഈസ് 3 ഇൻറ്റു എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇത് 2/2 ആവും, 4 മൈനസ് 2 സ്ക്വയർ. അപ്പോൾ അത് 0 ആയി പോകും. അപ്പോൾ നമുക്കത് ചെയ്യണമെന്നില്ല, വേണമെങ്കിൽ ഒന്ന് എഴുതിയേക്കാം. 2/2 ഇൻറ്റു റൂട്ട് ഓഫ് 4 മൈനസ് 4 പ്ലസ് 4/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 2/2 മൈനസ്
ഫസ്റ്റ് പാർട്ട്. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്കറിയാം ഇത് 0 ആവും. അപ്പോൾ ഇത് കംപ്ലീറ്റ് 0 ആയി. പ്ലസ് 4/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 0 എന്ന് വരും. സൈൻ ഇൻവേഴ്സ് 0 ഈസ് 0 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് എഴുതണ്ട. നമുക്ക് അടുത്തതിലേക്ക് പോകാം. പ്ലസ് 3 ഇൻറ്റു അപ്പർ ലിമിറ്റ് 4/2 മൈനസ് 2 ഇൻറ്റു 2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ ഇതും 0 ആവും, അതും 0 ആവും. അപ്പോൾ പിന്നെ അത് എഴുതേണ്ട ആവശ്യമില്ല, -0. ഓക്കെ, സോ ഇറ്റ് ഈസ് 3 ഇൻറ്റു ഇത് കട്ടായിപ്പോയി, 4 - 4 0 ആയിപ്പോയി. പിന്നെ 4/2 ആണ്. 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ്. സൈൻ ഇൻവേഴ്സ് 1 എന്ന് വരും. പ്ലസ് 3 ഇൻറ്റു ഇത് നമുക്കറിയാം 4/2 എന്നുള്ള 2 ആണ്. 2 - 4 എന്ന് വരും, -0. ഓക്കെ മക്കളെ, സോ ദാറ്റ്സ് ഈക്വൽ ടു 3 ഇൻറ്റു നമ്മൾ ചെയ്യുമ്പോൾ 3 ഇൻറ്റു 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 നമുക്കറിയാമല്ലോ, π/2 ആണ്. പ്ലസ് 3 ഇൻറ്റു -2 ഇത് വെട്ടിപ്പോകും. ദാറ്റ് ഈസ് 3π - 6. ദാറ്റ് മച്ച് സ്ക്വയർ യൂണിറ്റ്സ്. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇന്നത്തെ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്, 3π - 6. അപ്പോൾ ഇത് ആകെ നമ്മൾ ചെയ്യുന്ന y2 - y1 എന്നുള്ള ആ ഒരു ഫോർമുല മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളൂ. ബാക്കിയെല്ലാം ഇന്റഗ്രേഷൻ മാത്രമാണ്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും ചെയ്യുക. ഫിഗർ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളതുകൊണ്ട് പ്രശ്നമല്ല. ഫിഗർ ഇല്ല എങ്കിൽ നമ്മൾ വരയ്ക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 19. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഒരു ഫൈനൽ ഇയർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദി ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് x - 1 the whole square plus y square is equal to 1 and x square plus y square is equal to 1. അത് നമുക്കറിയാം, ഇത് രണ്ടും സർക്കിളാണ്. ഈ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ 1 ആണെന്നും 1ഉം ഇത് 0 ആണ്. അപ്പോൾ 1 0 ആണ് ഇവിടുത്തെ സെൻറ്റർ ആൻഡ് റേഡിയസ് ഈക്വൽ ടു 1 ആണ്. ഇവിടെ 0 0 ആണ് ഒറിജിൻ, സർക്കിളിൻ്റെ സെൻറ്റർ, ഒറിജിൻ അല്ല സർക്കിളിൻ്റെ സെൻറ്റർ, ആൻഡ് റേഡിയസ് ഈസ് ഓൾസോ ഈക്വൽ ടു 1. അപ്പോൾ രണ്ട് സർക്കിൾസ് ആണ്. ആദ്യത്തേൻ്റെ സെൻറ്റർ 0 0, രണ്ടാമത്തേൻ്റെ സെൻറ്റർ 1 0, റേഡിയസ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സർക്കിളിൻ്റെ സെൻറ്റർ 0 0 റേഡിയസ് 1 ആയതുകൊണ്ട് ആ റേഡിയസ് തീരുന്നിടത്താണ് രണ്ടാമത്തെ സർക്കിളിൻ്റെ സെൻറ്റർ തുടങ്ങുന്നത്. അപ്പോൾ രണ്ടാമത്തെ സർക്കിളിൻ്റെ റേഡിയസും സെയിം തന്നെ. അപ്പോൾ നമ്മൾ ആ ഒരു ഐഡിയ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഫിഗർ ഒന്ന് വരയ്ക്കാം. ഇത് 0 0, ഇതാണ് ഈ 1 0 എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പം ഈ പോയിന്റ് ആണ് രണ്ടാമത്തെ സർക്കിളിൻ്റെ സെൻറ്റർ. ഓക്കെ, അപ്പോൾ ഇത് 0 0, ഇത് 1 0. ഓക്കെ മക്കളെ, ഇത് 0 0, ഇത് 1 0. അപ്പോൾ നമ്മൾ രണ്ട് സർക്കിൾ വരച്ചു. ഇനി പറഞ്ഞേക്കണ നോക്കിക്കുക മക്കളെ, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഏരിയ ബൗണ്ടഡ് ബൈ ദിസ് സർക്കിൾ ആൻഡ് ദിസ് സർക്കിൾ, ഈ രണ്ട് സർക്കിളിനും ഇടയ്ക്കുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, ഈ താഴോട്ടുള്ള ഏരിയയും കൂടെ ഉണ്ട്. ഞാനിപ്പോൾ ഇത്രയും മാത്രമേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ. ഈ രണ്ട് സർക്കിളിന് ഇടയ്ക്കുള്ള ഏരിയ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഈ ഭാഗവും കൂടെ വരും. ഇത് ആ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ചോയ്സ് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്ത ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഇരട്ടി എടുത്താൽ നമുക്ക് ടോട്ടൽ ഏരിയ ആവും. ഇനി ഈ കർവ് നമ്മൾ നോക്കാം. ഇവിടെ ഒരു ബ്ലൂ കളറിൽ ഞാനൊരു കർവ് വരച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം, x² + y² = 1 ആണെന്ന് നമുക്കറിയാം. സെൻറ്റർ ഒറിജിനായിട്ട് വന്നിരിക്കുന്ന സർക്കിൾ ആയതുകൊണ്ട് ആ സർക്കിളിൻ്റെ അണ്ടറിലുള്ള കുറച്ച് ഏരിയ ഉണ്ട്, കണ്ടോ? ആ അണ്ടറിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ എവിടെ മുതലാണെന്ന് നോക്കിക്കേ. ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയാണ് ഈ സർക്കിളിൻ്റെ അണ്ടറിലുള്ള ഏരിയ വരുന്നത്. കണ്ടോ, ബ്ലൂ കളറിലുള്ള സർക്കിളിൻ്റെ അണ്ടറിലുള്ള ഏരിയയാണ് ബ്ലൂ കളർ കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഈ സർക്കിളിൻ്റെ അണ്ടറിലുള്ള ഏരിയ ആണ് റെഡ് കളർ കൊണ്ട് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എവിടെ മുതലാന്ന് നോക്കിക്കേ. ഈ 0 മുതൽ അല്ല, ഇത് 0 മുതൽ ഈ പോയിന്റ് വരെ ഈ സർക്കിളിൻ്റെ അണ്ടറുള്ള ഏരിയയും ഈ പോയിന്റ് മുതൽ D വരെ
ബ്ലൂ കളറിലുള്ള സർക്കിളിൻ്റെ അണ്ടറിലുള്ള ഏരിയയും. ഈ രണ്ട് ഏരിയാസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തിൻ്റെ ഏരിയ കിട്ടൂലേ? മനസ്സിലായല്ലോ മക്കളെ? അപ്പോൾ 0 മുതൽ ഈ പോയിന്റ് വരെ. അപ്പോൾ ഈ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് തന്നെയായിരിക്കും ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ പോയിന്റ് കണ്ടുപിടിക്കണം. എ എന്നുള്ള പോയിന്റ് കണ്ടുപിടിക്കണം. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? that is the point of intersection of these two circles. So we have to find the point of intersection of these two circles. Okay. അപ്പോൾ അതിലേക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം y1 ഉം y2 എന്ന് എഴുതാം. ആദ്യം നമുക്ക് y സ്ക്വയർ ഈസ് ഈക്വൽ ടു, ആദ്യത്തെ സർക്കിൾ ആണെങ്കിൽ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആണ്. അതിനകത്ത് നിന്ന് y സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ y എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇതിനെ നമുക്ക് ആദ്യത്തെ എന്നുള്ള അർത്ഥത്തിൽ y1 എന്ന് വിളിക്കാം, ഇക്വേഷൻ നമ്പർ 1. ഇതുപോലെ തന്നെ രണ്ടാമത്തെ എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആണ്. സോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. സോ വൈ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. അതിനെ നമുക്ക് y2 എന്ന് വിളിക്കാം, ഇക്വേഷൻ നമ്പർ 2. ഓക്കെ. ഇനി നമ്മൾ ഫിഗറിലേക്ക് പോകാം. അതിന് മുമ്പ് നമുക്ക് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാം. അറ്റ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, at the point of intersection y1 is equal to y2. That implies square root of 1 minus x minus 1 the whole square is equal to square root of 1 minus x square. Square ചെയ്യാം, squaring both sides. So 1 minus x minus 1 the whole square is equal to 1 minus x square. അല്ലേ? ഈ 1ഉം 1ഉം ക്യാൻസൽ ആക്കി കളയാം, ഒരു മൈനസും ക്യാൻസൽ ആയി പോയിക്കോളും. ഓക്കെ മക്കളെ? അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എക്സിൻ്റെ വാല്യൂ കിട്ടും അല്ലേ? ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുന്നത്? എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് വരും. എക്സ് സ്ക്വയർ രണ്ടും കട്ടായി പോവും. ഓർ 1 ഈസ് ഈക്വൽ ടു 2x, ഈ മൈനസ് 2x അപ്പുറം ചെല്ലുമ്പോൾ, ഓർ x ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/2. നമുക്ക് എക്സ് മതി, ശരിക്കും നമുക്ക് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് മതിയായതുകൊണ്ട് നമുക്ക് ആ പോയിന്റ് മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ ഈ പോയിന്റും 1/2 ആണ്. അപ്പോൾ എക്സ് വേരി ചെയ്യുന്നത് 0 മുതൽ 1/2 വരെയും 1/2 മുതൽ ഈ പോയിന്റ് വരെ. ആ പോയിന്റ് റേഡിയസ് ആയതുകൊണ്ട് ഇത് 1 ആണ്. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എക്സ് വേരി ചെയ്യുന്നത് 0 മുതൽ 1/2 വരെയാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഓർത്താൽ മതി. ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പോയിന്റിനെ ഒന്ന് നോട്ട് ചെയ്യാം. ആ പോയിന്റിനെ ഒരു പി എന്ന് വല്ലതും നമുക്ക് പേര് കൊടുക്കാം. ഓക്കെ. അപ്പോൾ പി എന്ന് പറഞ്ഞ പോയിന്റ് 1/2 എന്നുള്ളതിന് പകരമാണ് പോയിന്റ് 0 ഫൈൻ ചെയ്തത്. അപ്പോൾ നമുക്ക് എക്സ് വരെ നോക്കിയേ 0 മുതൽ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് നമുക്കറിയാം, C00 ഒറിജിൻ ആണ്. ഇത് പി എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണ്. അപ്പോൾ എക്സ് 0 മുതൽ 0.5 വരെയും പിന്നെ 0.5 മുതൽ 1 വരെയാണ് വേരി ചെയ്യുന്നത്. ഇനി ഇവിടെ മുതൽ ഇവിടെ വരെ എന്ന് പറഞ്ഞാൽ ഏതാണ് നോക്കിയേ? ഇത് റെഡ് സർക്കിളാണ്. റെഡ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് റെഡ് സർക്കിളിന്റെ. അപ്പോൾ 0 to 1 നമ്മുടെ റെഡ് സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഈ സർക്കിളിന്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ റെഡ് സർക്കിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ y1 ആണ്. അപ്പോൾ നമ്മുടെ ഇന്റഗ്രൽ എഴുതുമ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കും എന്താണ്? 0 to 1/2 വരെ, 0 to 1/2, 0 to 1/2 y1 dx പ്ലസ്, അത് ശ്രദ്ധിക്കണം, നമ്മൾ ഫിഗർ നോക്കി എഴുതാവുള്ളൂ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഇനി രണ്ടാമത്തെ നോക്കിയേ 1/2 മുതൽ 1 വരെ, അത് നോക്കുന്ന ഈ സർക്കിളാണ്, ഗ്രീൻ മീൻസ് ബ്ലൂ സർക്കിൾ. ബ്ലൂ സർക്കിൾ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഈ ഭാഗത്തിന്റെ ഏരിയ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? y2 എടുക്കണം. അപ്പോൾ പ്ലസ് 1/2 to 1 y2 dx. This is the area of the shaded region. Okay. അപ്പോൾ area of the shaded region is equal to 0 to 1/2 y1 dx plus 1/2 to 1 y2 dx. ഇനി അതിന്റെ വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. That's equal to 0 to 1/2
y1 നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാമല്ലോ. y1 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് x മൈനസ് 1 സ്ക്വയർ ആണ്. അപ്പോൾ അത് നമുക്ക് അത്തരത്തിൽ എഴുതാം. സോ ദാറ്റ്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് x മൈനസ് 1 the whole square dx plus 1 by 2 to 1 square root of 1 minus x square dx. നമുക്ക് ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് x by 2, എക്സിന്റെ സ്ഥാനത്ത് x minus 1, x minus 1 by 2 into square root of 1 minus x minus 1 the whole square plus a square minus x square plus a square by 2 means 1 by 2 sin inverse x by a, x എന്ന് പറഞ്ഞാൽ x minus 1 ആണ്, by a limit 0 to 1 by 2 plus ഇത് root of 1 minus x square ആണ്. അപ്പോൾ ഇവിടെ x by 2, എക്സിന്റെ സ്ഥാനത്ത് x തന്നെയാണ്, x by 2 into root of 1 minus x square plus sin inverse a square by 2, a എന്ന് പറഞ്ഞാൽ 1 ആണ്, so 1 by 2 sin inverse x by a, യുടെ 1 ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് എഴുതുന്നില്ല, 1 by 2 to 1. ഇത് നമ്മൾ ഇതിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. സോ ദാറ്റ്സ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് 1 by 2 ആണ്. സോ 1 by 2 കൊടുക്കുമ്പോൾ 1 by 2 minus 1 by 2 into root of 1 minus 1 by 2 minus 1 the whole square plus 1 by 2 into sin inverse 1 by 2 minus 1 by 1 upper limit minus lower limit കൊടുക്കുമ്പോൾ 0 ആണ്, എക്സിന് 0 ആണ്. 0 കൊടുക്കുമ്പോൾ ഇത് 0 minus 1 by 2 into root of ഇത് 0 കൊടുക്കാൻ നമുക്കറിയാം 1 മൈനസ് ഇത് മൈനസ് 1 സ്ക്വയർ ആവും, അത് 0 തന്നെയാണ് അല്ലേ, ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് 0 the whole square ഒന്ന് എഴുതിയേക്കാം പ്ലസ് 1 by 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 0 മൈനസ് 1 by 1. അത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തതിൻ്റെ അപ്പർ ലിമിറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തതിൻ്റെ അപ്പർ ലിമിറ്റ് ചെയ്യുമ്പോൾ ദറ്റ് ഇസ് ഈക്വൽ ടു പ്ലസ് എക്സ് ബൈ 2 ദറ്റ് ഈസ് 1 by 2 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് 1 പ്ലസ് 1 by 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 മൈനസ് അതിൻ്റെ ലോവർ ലിമിറ്റ് 1 by 2 ആണ്. സോ 1 by 2 by 2 റൂട്ട് ഓഫ് 1 മൈനസ് 1 by 2വിൻ്റെ സ്ക്വയർ പ്ലസ് 1 by 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 by 2. ഓക്കെ മക്കളെ, ഒരു ബ്രാക്കറ്റ് കൂടെ. ഓക്കെ, നമുക്ക് ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി, അപ്പോൾ നമുക്ക് ആൻസർ ആവും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 2 മൈനസ് 1 ഈസ് മൈനസ് 1 by 2. ഇത് നമുക്കറിയാം, ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സോ ഇറ്റ് ഈസ് മൈനസ് 1 by 2 by 2. ഓക്കെ, അല്ലേ, അര മൈനസ് 1 മൈനസ് അര ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് ഇത് ഹാഫ് മൈനസ് 1 ഈസ് ഹാഫ് വരും, 1 by 2വിൻ്റെ സ്ക്വയർ വരും പ്ലസ് ഇത് 1 by 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് മൈനസ് 1 by 2 എന്ന് വരും. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ്ഡ് മൈനസ് ഇത് നമുക്കറിയാം, ഇത് 1 ആവും, 1 മൈനസ് 1 0 ആവും, അപ്പോൾ ഇത് 0 ആയിപ്പോയി. ഇത് അപ്പോൾ ഇത് 0 പ്ലസ് 1 by 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് മൈനസ് 1 പ്ലസ് ഇത് 0 ആയിപ്പോയി, 1 by 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 ഒരു ടൈമും കൂടെ വരും മൈനസ് ഇത് 1 by 4 ഇൻറ്റു ഇത് സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് 1 by 4 പ്ലസ് 1 by 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 by 2. ഓക്കെ മക്കളെ, സിംപ്ലിഫിക്കേഷൻ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. That's equal to 1 by minus 1 by 4 into square root of 1 minus 1 by 4. ഞാൻ ഒരുമിച്ച് എഴുതുവാണ്, 3 by 4. 1 minus 1 by 4, 3 by 4 plus 1 by 2 into
സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ്. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈസ് നമുക്കറിയാം മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ ആ ഒരു ഫോർമുല വെച്ച് ഈ മൈനസ് സെൻറ്ററിലേക്ക് നമുക്ക് മാറ്റി എഴുതാം. അപ്പോൾ എങ്ങനെ വരുമെന്ന് നോക്കാം. സോ ഇറ്റ്സ് ഈക്വൽ ടു മൈനസ് 1/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2. ഓക്കെ, ഇത് സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. ആ ഫോർമുല അപ്ലൈ ചെയ്തിട്ടാണ് ഇത് ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, മൈനസ്, so it is minus 1/4 into square root of 1 minus 1/4. 1 minus 1/4 is 3/4. ഇത് മൈനസ് തന്നെ. സോ മൈനസ് 1/2 into sin inverse 1/2 minus that's equal to now 1/2 sin inverse minus 1. 1/2 into sin inverse minus 1 is also equal to minus sin inverse x എന്ന് എഴുതാം. So that becomes plus now sin inverse 1. Okay, so 1/2 sin inverse minus x. Sin inverse minus x is minus sin inverse. So that's why it is minus sin inverse 1 plus 1/2 into sin inverse 1. Okay, minus this is 1/4 into 1 minus 1/4 is square root of 3/4. Okay, 3/4 plus 1/2 into sin inverse 1/2. Okay, okay മക്കളെ, sin inverse 1/2. Okay മക്കളെ, സോ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ നമുക്ക് മൈനസ് 1/4 ഇൻറ്റു ഇത് √3/2 എന്ന് എഴുതാം. മൈനസ് ഇത് മൈനസ് 1/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2. സൈൻ്റെ ഏത് വാല്യൂനാണ് 1/2 കിട്ടുന്നത്? സൈൻ്റെ നമുക്കറിയാം, സൈൻ്റെ 30ക്കാണ് 1/2 കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് 5/6 എന്ന് എഴുതാം. 5/6 പ്ലസ് 1/2 ഇൻറ്റു സൈൻ്റെ ഏത് വാല്യൂനാണ് 1 കിട്ടുന്നത്? അത് 5/2 അല്ലേ. പ്ലസ് again 1/2 into 5/2 minus 1/4 into √3/2 minus 1/2 into sin inverse 1/2. സൈൻ്റെ 1/2 കിട്ടുന്നത് 5/6 ആണ്. ഓക്കെ ഓക്കെ, സോ ഇറ്റ്സ് ഈക്വൽ ടു, ഇനി നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടെ ഒരു മൈനസ് √3/8 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് √3/8 ഉണ്ട്. അപ്പോൾ അത് ഒരുമിച്ച് നമുക്ക് എഴുതാം. മൈനസ് 2 ടൈംസ് √3/8. 4 into 2 8 ആണ്. സോ √3/8 അത് മൈനസ് √3/8 മൈനസ് √3/8 മൈനസ് 2 √3/8. പിന്നെ 5/6ൻ്റെ ടൈം ഉണ്ട്. ഇതൊരു 5/6ൻ്റെ ടൈമാണ്, ഇവിടെ ഒരു 5/6ൻ്റെ ടൈമാണ്. അപ്പോൾ 2 ടൈംസ് ഇത് ആക്ച്വലി 5/2 into 6 12 വരും. അപ്പോൾ 2 into 6 12 വരും. സോ 2 into 5/12 എന്ന് വരും. ഓക്കെ, ഇത് നമുക്കുള്ളത് ഇത് രണ്ടുമാണ്. ഇത് ഹാഫ് 5/2 പ്ലസ് ഹാഫ് 5/2. അത് നമുക്ക് ഡയറക്റ്റ് എഴുതാം. അര 5/2 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 5/2 കിട്ടുമല്ലോ. ഓക്കെ മക്കളെ, ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് 5/2 എന്നുള്ളത് ആദ്യം എഴുതാം. അത് പോസിറ്റീവ് ടൈം ആദ്യം എഴുതാൻ വേണ്ടിയിട്ടാണ്. ആ 5/2 ആദ്യം എഴുതി. മൈനസ് ഇത് 5/6 എന്ന് എഴുതാം. ഇത് 2 8 കൂടെ വെട്ടിക്കുമ്പോൾ 4 വരുമല്ലോ, √3/4 വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ, ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ. സോ നമ്മുടെ റെക്കോർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതിൻ്റെ ട്വൈസ് വരും. അപ്പോൾ നമുക്ക് അതങ്ങ് അത്രത്തിൽ എഴുതാം. ദെർഫോർ the required area is equal to 2 times 5/2 minus 5/6 minus √3/4. ഒരു 2 ത്രൂ ഔട്ട് പുറത്തെടുക്കുവാണെങ്കിൽ നമുക്ക് 2/2 എന്ന് എഴുതാം. മിച്ചം ഇവിടെ വരുമ്പോൾ പൈ വരും, ഇത് π/3 വരും, ഇത് മൈനസ് √3/2 വരും. ഓക്കെ, സോ ഇത് നമ്മൾ ഇത് കട്ടായി പോവും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് π മൈനസ് π/3 മൈനസ് √3/2. π മൈനസ് π/3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, π മൈനസ് πയിൽ നിന്നൊരു π/3 കുറച്ചാൽ പിന്നെ മിച്ചം എത്രയുണ്ട്? 2π/3 ഉണ്ട്. സോ ദാറ്റ്സ് ഈക്വൽ ടു 2π/3
minus root 3 by 2. So 2 pi by 3 minus root 3 by 2. So that's the required area. So നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു, അതിന്റെ ടോട്ടൽ കണ്ടുപിടിച്ചതിനെ 2 times എടുത്തു. ഇവിടെ സിംപ്ലിഫിക്കേഷനിൽ ഇത്തിരി ശ്രദ്ധിച്ചാൽ മതി, ബാക്കി ഒന്നും നമ്മൾ പഠിച്ചിട്ടുള്ള ഫണ്ടമെന്റൽ ഐഡിയാസ് വെച്ച് മാത്രമാണ് പോകുന്നത്. പക്ഷെ ആ ഒരു നമ്മുടെ ആ ഒരു സിംപ്ലിഫിക്കേഷനിൽ മാത്രം നമ്മൾ ഇത്തിരി ഒന്ന് കെയർഫുൾ ആയാൽ മാത്രമേ ബാക്കി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ മക്കളെ, ഓക്കെ. ഇത് ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റൻ അവിടെ നമുക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇത് സിമിലർ ക്വസ്റ്റൻ ആണ്. ഇത് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റിനകത്ത് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്നായിരുന്നു. ഇവിടെ നമുക്ക് വരുന്ന അതുപോലെ തന്നെ x മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 എന്നാണ്. നമ്മൾ ഇപ്പോൾ ചെയ്ത ക്വസ്റ്റിനകത്ത് x മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്നായിരുന്നു. അപ്പോൾ ഇവിടെ ആ ഒരു 2 വന്നിരിക്കുന്നു, രണ്ടാമത്തെ സർക്കിളിനകത്ത് ഒരു 2 വന്നിരിക്കുന്നു മാത്രം. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന റേഡിയസും 2 ആണെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫിഗർ വരയ്ക്കുമ്പോൾ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ 2 0 എന്ന് കിട്ടും. അപ്പോൾ നാച്ചുറലി ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ 1 0 ആയിരിക്കും. 1/2ന്റെ സ്ഥാനത്ത് 1 വരും. ഇത് നിങ്ങളൊരു ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. ആൻസർ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. 8 pi by 3 minus 2 root 3 എന്ന് കിട്ടും. ഇപ്പം ചെയ്തതുപോലെ തന്നെ ഒന്ന് ചെയ്താൽ മതി. സിമിലർ ക്വസ്റ്റൻ ആണ്. 1 0യുടെ സ്ഥാനത്ത് നമുക്ക് വരുന്ന 2 0യും 1/2 എന്നുള്ള എക്സ് വേരി ചെയ്യുന്നതിന്റെ സ്ഥാനത്ത് 1ഉം വരും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ മക്കളെ, നമുക്കത് യു ക്യാൻ ഡു ഇറ്റ് ആസ് എ ഹോംവർക്ക്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇനിയും ഉണ്ട് ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് മെത്തേഡ് എല്ലാം സെയിം തന്നെയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ഗുഡ് ബൈ.